അമ്മയുടെ സ്നേഹവും ലാളനയും നൽകുന്ന ആശ്വാസത്തേക്കാൾ വലുതായി മക്കൾക്ക് മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയുമ്പോൾ ഏത് മക്കളുടെയും നെഞ്ചൊന്നു പിടയും. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ കണ്ണാടിപ്പറമ്പ് കൊറ്റാലിക്കാവിന് സമീപം പരേതനായ കരുണാകരൻ ചന്ദ്രമതി ദമ്പതികളുടെ മകനായ അനീഷിനും സംഭവിച്ചത്. അനീഷ് എന്ന ആ ചെറുപ്പക്കാരനെ മരണം കവർന്നെടുത്തത് വിധിയുടെ ക്രൂരമായ തിരക്കഥയിലൂടെയായിരുന്നു. സാധാരണത്തെപ്പോലെ ഒരു ഉച്ചനേരം കണ്ണാടിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ആ ഇടുങ്ങിയ റോഡിൽ ഒരു ലോറിയെ അതിവേഗം മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു അനീഷ്. തന്റെ ബൈക്കുമായി വലതുഭാഗത്തേക്ക് കയറിയ നിമിഷം എതിർദിശയിൽ നിന്നും മരണത്തിന്റെ ദൂതനെപ്പോലെ ഒരു സ്വകാര്യ ബസ് കടന്നുവരുന്നു. ആ സമയം തന്റെ വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കാനോ വാഹനം വെട്ടിച്ചു മാറ്റാനോ അനീഷിന് സാധിച്ചില്ല. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എല്ലാം അവസാനിച്ചു. ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ ആ റോഡിൽ ചിതറിത്തെറിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും ബസ്സിലെ യാത്രക്കാരും എല്ലാം ചേർന്ന് അനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ തിരിച്ചുപിടിക്കാൻ സാധിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ അപകടത്തിന്റെ വീഡിയോ വൈറലായപ്പോൾ എല്ലാവരും അമിത വേഗതയെക്കുറിച്ച് മാത്രം പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ കുറ്റപ്പെടുത്തി. എന്നാൽ ആ വേഗതയ്ക്ക് പിന്നിൽ ആരും അറിയാത്ത ഒരു നോവുണ്ടായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. അപകടത്തിന് നിമിഷങ്ങൾക്ക് മുൻപ് അമ്മ വീണ് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു ഫോൺ കോൾ അനീഷിനെ തേടിയെത്തിയിരുന്നു. തന്റെ ജീവനായ അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞതോടെ ആ മകന്റെ ഉള്ളു പിടഞ്ഞിട്ടുണ്ടാകും. പിന്നീട് എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് അരികിലെത്തണമെന്നും അമ്മയെ ആശ്വസിപ്പിക്കണമെന്നതു മാത്രമായിരിക്കും ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. ആ ടെൻഷനിലാണ് അതിവേഗതയിൽ വാഹനവുമെടുത്ത് ജോലിസ്ഥലത്തു നിന്നും അനീഷ് യാത്ര തിരിക്കുന്നത്. എന്നാൽ തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ വേദന മാറ്റാൻ ഓടിയെത്തിയ ആ മകനെ വിധി വഴിയിൽ തടഞ്ഞു നിർത്തി മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആ അമ്മയുടെ കൈക്കേറ്റ പൊട്ടൽ ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ സ്വന്തം മകനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ വേദന എന്നും ഒരു തീരാ നോവായി തന്നെ അവരുടെ ഉള്ളിൽ നിലനിൽക്കും. സൗമ്യനായ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആളായിരുന്നു അനീഷ് എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ വിധി കവർന്നെടുത്തത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരം അപകടങ്ങൾ എല്ലാവർക്കും ഒരു പാഠമാണ്. എന്ത് അത്യാവശ്യമാണെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കിയില്ലെങ്കിൽ അത് അപകടം വിളിച്ചു വരുത്തുന്നത് തന്നെയാണ്. എത്ര പരിചിതമായ റോഡുകളാണെങ്കിൽ പോലും ഒരു നിമിഷത്തെ അശ്രദ്ധ ഇതുപോലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നോർക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കായി വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും ഓർക്കുക.